പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കണ്ണൂരിലേക്കാണ് പോകുന്നത്. കണ്ണൂർ മലപ്പട്ടത്തുണ്ടായ കോൺഗ്രസ് CPM സംഘർഷത്തിന് പിന്നാലെ കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ ദീപക് തർമ്മണം ഈ വാർത്തയെ പരിശോധിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് പൊതുവെ ലഭിക്കുന്ന വിവരം കണ്ണൂർ ശാന്തമാണ്. SKN അശാന്തമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ, സൂചനകളാണ് കാണുന്നത്. നമ്മൾ കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ സംഘർഷ ചരിത്രം പരിശോധിച്ചാൽ അത് ചോരയിലും കണ്ണീരിലും കുതിർന്നതാണ്. പക്ഷേ എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് 8 വർഷക്കാലമായി കണ്ണൂർ സമാധാനപരമാണ് എന്ന് നമുക്ക് പൊതുവിൽ പറയാൻ സാധിക്കും. പക്ഷേ സാധാരണ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ തുടക്കം ഇതുപോലെയുള്ള പ്രകടനങ്ങൾ, അതുപോലെ പതാക നശിപ്പിക്കൽ, അങ്ങനെ അതിൽ തുടങ്ങി പിന്നീട് അത് കൊലപാതകത്തിലേക്കും കൊലപാതക പരമ്പരകളിലേക്കും നീണ്ട ചരിത്രമാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷം അടുത്തറിഞ്ഞ് റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ 99-ലൊക്കെ 2 ദിവസം കൊണ്ട് 6 പേരൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മരിച്ചു വീണ ഒരു കാലഘട്ടം പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിലൊരു ഇടപെടൽ അനിവാര്യമാണ്. രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇടപെടേണ്ടതുണ്ട്. കാരണം മലപ്പട്ടത്ത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രകടനം, ആ പ്രകടനത്തിൽ ധീരജിനെ കൊത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞില്ല എന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിളിക്കുന്നു. അതിലാണ് തുടക്കം. പിന്നീട് അത് കഴിഞ്ഞ് അതിനെ CPIM ഏറ്റെടുക്കുന്നു. CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, അതുപോലെ തന്നെ DYFI സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നേതാക്കളെല്ലാം ഇതിനെതിരെ പ്രകോപനകരമായി തന്നെ രംഗത്ത് വരുന്നു. ഒടുവിൽ ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് പറഞ്ഞതുപോലെ പാനൂരിൽ മറ്റൊരു സംഘർഷം, തളിപ്പറമ്പിൽ സംഘർഷം. അങ്ങനെ കണ്ണൂരിൻ്റെ തെക്കും വടക്കുമാണ്. അതായത് പാനൂർ കിടക്കുന്നത് ഇങ്ങ് കൂത്തുപറമ്പ് മണ്ഡലത്തിലെ തലശ്ശേരി ഭാഗത്താണ്, തളിപ്പറമ്പ് കിടക്കുന്നത് വടക്കേ അറ്റത്താണ്. ഇങ്ങനെ 2 മേഖലയിലും, ഈ 2 മേഖലയും പൊതുവെ സംഘർഷത്തിന് പേരുകേട്ട മേഖലയാണ്. പഴയ ചരിത്രം, കൊലപാതകങ്ങളുടെയും സംഘർഷങ്ങളുടെയും ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സർക്കാരിൻ്റെ ഇടപെടൽ, പോലീസിൻ്റെ ഇടപെടൽ, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ കണ്ണൂർ അശാന്തമാകാതിരിക്കാൻ, ഒരു കൊലക്കത്തി ഉയരാതിരിക്കാൻ, കണ്ണൂരിൻ്റെ പേര് തന്നെ കൊലപാതക രാഷ്ട്രീയത്തിന് പേര് കേട്ടതാണ്, അതിലേക്ക് പോകാതിരിക്കാനുള്ള ഇടപെടലാണ് അനിവാര്യം. SKN ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്.